ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഉമ. ഇന്ന് ഇത് പിച്ചിങ്ങ എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സ്റ്റൂ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന്, നല്ലൊരു ഡിഷാണ് നിങ്ങൾക്ക് ഇന്ന് മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പം ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ കാണിച്ചത്. ഇത് പിച്ചിങ്ങ എന്ന് പറയും. ഇത് ആലപ്പുഴ ഭാഗത്താണ് ഇതിനെ പിച്ചിങ്ങ എന്ന് പറയുന്നത്. ഇനി മറ്റ് സ്ഥലങ്ങളിൽ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്തായാലും ഇത് പിച്ചിങ്ങ എന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാവുന്നത്. നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ വരുന്ന ഈ ഭാഗം, ഇങ്ങനെ മുള്ളു പോലെ വരുന്ന ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന്, ഈ പച്ച അതിൻ്റെ സ്കിന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. നമുക്ക് ഈ കായയുടെ തൊലിയൊക്കെ കളയുന്നത് പോലെ തന്നെ നമുക്കിതിൻ്റെ ഈ പച്ച സ്കിന്ന് നന്നായിട്ടൊന്ന് എടുക്കാം. ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ തൊലി സ്കിന്നെല്ലാം മാറ്റി. അപ്പോൾ അതിന് ശേഷം ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഞാൻ ഒരു പീസ് അരിഞ്ഞു. ഇങ്ങനെ നമുക്ക് കായൊക്കെ നമ്മൾ സാധാരണ അരിയുന്നത് പോലെ, കറിക്കായൊക്കെ നമ്മൾ അരിയാറുള്ളത് പോലെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത് മുഴുവനും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിപ്പം ആ ഒരെണ്ണം പിച്ചിങ്ങ മൊത്തം ഞാൻ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിനാണ് ഞാൻ അത് കൂടാതെ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, ഇതിനകത്ത് മുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല, കറിവേപ്പില, പിന്നെ 3 സവോള ചെറുതായിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞതും, പിന്നീട് തേങ്ങാപ്പാൽ ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ്, പെട്ടെന്ന് തയ്യാറാക്കാം. അരിഞ്ഞ് നമുക്ക് ഓൾറെഡി ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇപ്പം ഞാൻ ഇത് ഓയിൽ ഞാൻ ഒരു പാനിൽ വെച്ചിട്ടുണ്ട് ചൂടായിട്ട്. അതിലേക്ക് ഞാൻ 2 ഏലക്ക പൊട്ടിച്ചത് ഇട്ടിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇത് ഇത്രയും കൂടി നമുക്ക് ഒന്ന് ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇട്ട് നമ്മളൊരു 2-3 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഞാനിത് 3 സവോള വലുത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അത് ഞാൻ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ സമയത്ത് ഉപ്പ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ചേർക്കാം. നമുക്കിത് ജസ്റ്റ് യോജിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിച്ചിങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയില്ല. എന്തായാലും നിങ്ങൾ ചോദിക്കുക. ഇത് നല്ല വെജിറ്റബിൾ, കുഴപ്പമില്ല, നമുക്ക് കിട്ടാം. പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ്. ഇത് സൈഡ് എഫക്റ്റ് ഒന്നും അല്ലാതെ തമിഴ്നാട്ടിൽ നിന്നൊന്നും വന്നിറങ്ങുന്ന ഒരു വെജിറ്റബിൾ അല്ല. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് വെന്ത് വരാനായിട്ട്, പെട്ടെന്ന് വേവുന്നതാണ് എന്നാലും നമുക്ക് വെന്ത് വരാനായിട്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ 2-ാം പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം 2-ാം പാല് ഞാൻ ഒഴിച്ചിരുന്നു. നന്നായിട്ടത് വെന്തിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും തന്നെ ഇത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് വരുന്ന ഒരു വെജിറ്റബിൾ കൂടിയാണ്. നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. സവോളയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇത് വേവിച്ചത്. ഇതിലേക്ക് ഞാൻ ഇനിയിപ്പം ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണോളം. വേറെ ഞാൻ ഇതിനകത്ത് മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ വേറെ ഒരു മസാലയും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, സവോള, പിച്ചിങ്ങ, ഇത് ഇത്രയും കൂടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാനിതിലേക്ക് 1-ാം പാല് ഒഴിക്കുന്നതിനോടൊപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യുക. കാര്യം 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ കൂടുതലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ
തിളയ്ക്കുന്നതിൻ്റെ ഇതിൽ പാല് വല്ലാണ്ടായിട്ട് നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും. ഞാൻ ഇപ്പം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് ഒന്നാം പാല് ചേർത്തത്. അപ്പം എല്ലാവരും ഈ കറി അല്ലെങ്കിൽ ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട്, നമുക്ക് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതിന്, ഉരുളക്കിഴങ്ങ് വേവുന്ന ടൈമൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ ഈ വെജിറ്റബിൾ എല്ലാം റെഡിയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. കൂടാതെ നിങ്ങൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പുതിയ 2 ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ വീഡിയോ വാച്ച് ചെയ്യുക. അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞു ബ്യൂട്ടി ടിപ്സ് എൻ്റേതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിഷും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അതുപോലെ ഉമ ബ്യൂട്ടി ടിപ്സ് എന്ന ചാനൽ, ഇത് രണ്ടും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക് യു. ബൈ.